ചിമ്മിനി ഡാമിൽ നിന്ന് 13,000 ഏക്കർ കോൾ നിലങ്ങളിലേക്ക് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചു. മുൻ MP TN പ്രതാപൻ, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. അരമണിക്കൂറോളം ഉപരോധം തുടർന്നു. പിന്നീട് കളക്ടർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി സൂര്യപ്രകാശ് ചേരുന്നു. സൂര്യപ്രകാശ്, എന്താണ് നിലവിലെ സാഹചര്യം? ചർച്ച അവസാനിച്ചോ? എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചത്? അതെ, ഇപ്പൊ ചർച്ച അവസാനിച്ചിട്ടുണ്ട്. അതായത് ചിമ്മിനി ഡാമിൽ നിന്ന് 13,000 ഏക്കർ കോൾ നിലങ്ങളിലേക്ക് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു കളക്ടറേറ്റ് ചേംബറിന് മുന്നിൽ പ്രതാപന്റെയും അനിലക്കരുടെയും നേതൃത്വത്തിലുള്ള ഒരു കുത്തിരിപ്പ് സമരം ഇന്ന് രാവിലെ നടന്നത്. തുടർന്ന് സമരത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇവരെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഈ കോൾ കൃഷിക്ക് അതിലെ ചണ്ടി നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൃഷി നശിച്ചവർക്കുള്ള ഒരു പാക്കേജും കുടിവെള്ളത്തെ മൊത്തത്തില് കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരവും തുടങ്ങിയ നടപടികളാണ് ഇപ്പോൾ ഉടൻ സ്വീകരിച്ചിരിക്കുന്നത് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. 6,000-ഓളം ഏക്കറിൽ വരുന്ന നെൽകൃഷി വെള്ളം ലഭിക്കാതെ പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി കർഷകരും കർഷകരുടെ പ്രതിനിധികളും കോൾ വികസന സമിതിയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഇറിഗേഷൻ വകുപ്പിൻ്റെയും ഒക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകില്ല. മാത്രമല്ല 10ഓളം പഞ്ചായത്തുകളിൽ കുടിവെള്ളം പരിപൂർണമായും ഇല്ലാതായി മാറി. കോൾ നിലങ്ങളിൽ വെള്ളം എത്താതെ വന്നപ്പോൾ എല്ലാ കിണറുകൾ പറ്റി. അതുകൂടാതെ ഉപ്പുവെള്ളം കടക്കുന്ന സ്ഥിതിയും ഉണ്ടായി. പിന്നെ വാട്ടർ അതോറിറ്റി വെള്ളം എത്തിക്കുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കർഷകരുടെ പ്രതിനിധികൾ, കോൾ വികസന സമിതിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവനായ കളക്ടറെ കാണാൻ വേണ്ടി വന്നത്. കളക്ടർക്ക് ഈ കാര്യത്തിൽ ഗൗരവം ബോധ്യമായി. ആദ്യം കളക്ടർ ഇന്ന് ഉഴപ്പാൻ നോക്കി. പിന്നെ ഞങ്ങൾക്ക് ജനങ്ങളാണ് വലുത്, കൃഷിക്കാരും ജനങ്ങളുമാണ് വലുത് എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുമുള്ള ഉഴപ്പലിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സംഭവിക്കാനുള്ളൊരു കാരണം ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം വിടുന്ന കനാലിൽ പുതിയതായിട്ട് ഒരു കാനാത്തോട് റെഗുലേറ്റർ പണി തീർത്തിട്ടുണ്ട്. ഈ കാനാത്തോട് റെഗുലേറ്റർ എന്ന് പറയുന്നത് കോൾ അഡ്വൈസറിയുടെ അനുമതിയോട് കൂടിയല്ല. ഇവിടുത്തെ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. വെള്ളം ചിമ്മിനിയിൽ നിന്ന് വിട്ട് 5 ദിവസം കാത്തിരുന്നിട്ടും വെള്ളം എത്താതെ വന്നപ്പോൾ അവർ പരിശോധിച്ചപ്പോഴാണ് ഈ കാനാത്തോട് റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടത്. അതിന്മ ഒരു അധികാരവും ഇല്ലാത്ത രീതിയിലാണ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ കാണപ്പെട്ടത്. ഇങ്ങനെ ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ കിഡ്ക്ക് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷന് ഗവൺമെൻറ് അനധികൃതമായിട്ട് അനുമതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പണി തീർത്തത്. ഇതാണ് ഇവിടെ വെള്ളമെത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം നേരിട്ടത്. അവരുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.